Hi, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Angel message for you. എന്താണ് നിങ്ങൾക്കുള്ള angel message? നിങ്ങളുടെ current situation and the message for you. What you need to hear right now. It's a collective reading ആണ്. Angel message for you. Solitude, moving on. Okay. സോ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മേജർ ഇവന്റിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം ചില ആളുകൾക്ക്. ഓർ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പയർഡ് ആക്കുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടെ ഉണ്ടാവുന്നുണ്ട്. സോ ഈ ഒരു ടൈമിൽ ടു ബി വെരി ഫ്രാങ്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ. കാരണം ഈ ഒരു സമയത്ത് ചില ആളുകൾക്ക് സോളിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വേറെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാവില്ല. ഓക്കെ. സോ ചിലത് മാറി നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓൾ ഓഫ് സഡൻ നിങ്ങൾക്കൊരു ലോസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിങ്സ് ഓർ നിങ്ങളുടെ ഈ ഒരു സോളിറ്റ്യൂഡ് ഏറ്റവും സന്തോഷമായിട്ട് കണക്ട് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഓക്കെ. കാരണം ചില ആളുകള് മേ ബി ലൈക്ക് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നത് ഫൈനലി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ലെസൺസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമെന്നുള്ളതല്ല, നിങ്ങൾ അതിന് നല്ല രീതിയിൽ ലേൺ ചെയ്തിട്ടുണ്ട്. ചില സിറ്റുവേഷൻ സോൾവ് ചെയ്തിട്ടുണ്ട്, എൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇന്റൻഷനലി നിങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓർ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരിക്കണം ചില ആളുകൾ. സോ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾ തന്നെ എടുക്കുന്ന ഒരു തീരുമാനങ്ങളായിരിക്കാം. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. സോ അത്ര വലിയ സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കില്ല നിങ്ങൾ ചില ആളുകൾ പോകുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എന്തൊരു മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. സോ അതുകൊണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കണം. അത് നിങ്ങളായിട്ട് ചെയ്യുന്നത് ആയിക്കൊള്ളണം എന്നുള്ളതല്ല, ഒരു ഡിവൈൻലി അപ്രോച്ച് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. സോ നിങ്ങൾ ലോസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ഓക്കെ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ there is a surprise for you. Alright. There is a surprise that like നിങ്ങളുടെ ഒരു ഓതന്റിക് ആയിട്ടുള്ള ഒരു പവറിലേക്ക് കണക്ട് ചെയ്യാണ്. ആൻഡ് മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്ര കാലം നിങ്ങൾക്ക് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കാം. ഓക്കെ. നിങ്ങളുടെ റിയാലിറ്റി, നിങ്ങളുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, നിങ്ങളുടെ ഒരു പാസ്റ്റ് ഐഡന്റിറ്റി ആയിരിക്കാം. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് മറ്റുള്ള ആളുകളുടെ അടുത്തൊക്കെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. ഓർ നിങ്ങളുടെ അപ്പിയറൻസിലുള്ള ചില കാര്യങ്ങളായിരിക്കാം, നിങ്ങളുടെ എന്തെങ്കിലും ഫിസിക്കാലിറ്റി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളും ആയിരിക്കാം. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ചേഞ്ച് അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ നിങ്ങളുടെ ഒരു ഓതന്റിക് പവറിലേക്ക് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണോ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ. സോ ഡിഫറെന്റ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻസ് കാണാനും നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനും ഉള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ. സോ ഇവിടെ ലൈക്ക് ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ലൈക്ക് നിങ്ങളായിട്ട് ചെയ്യുന്നതോ ഇറ്റ്സ് ലൈക്ക് ഒരു കൂടുതൽ ഒരു ഡിവൈൻ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഒരു ഏഞ്ചൽ വിങ്സ് നിങ്ങൾക്ക് എപ്പോഴും ഈ ഒരു ടൈമിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഓതന്റിക് പവറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. സോ അതായിരിക്കും മേ ബി നിങ്ങളുടെ ഒരു മേജർ ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സിറ്റുവേഷനിലേക്ക് വരേണ്ട ആളുകളായിരിക്കാം. പക്ഷെ എന്തൊക്കെയോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പിറകോട്ട് വലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളായിട്ട് ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അത് ഓക്കെ ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് വരുന്നത്, എന്റെ ലൈഫ് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് കാണാൻ എന്നുള്ളതായിരിക്കാം. ഓക്കെ. അത് ഓർ നിങ്ങളുടെ ഒരു എബിലിറ്റി ആയിരിക്കാം. ഓക്കെ. എനിക്ക് ഇങ്ങനത്തെ കഴിവുകളില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് ഇങ്ങനത്തെ ഒരു കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തന്നെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ടാലന്റ് ഉള്ള ആളുകളോ ഓർ നിങ്ങൾക്ക് അത്ര ആഗ്രഹം, ആ ഒരു ക്രേവ് ഉണ്ടാവും എന്നുള്ളത് അല്ലെ. സോ ആ ആഗ്രഹത്തിനെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല, എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ.
ഓൾറൈറ്റ്. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാഴ്ച നിങ്ങളെ പറ്റിയിട്ടുള്ള ഇതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു ഗ്രേറ്റ് ഏഞ്ചൽ മെസ്സേജ് ആണ്. ഓക്കെ. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് ലൈക്ക് നിങ്ങൾക്കൊരു ഏഞ്ചൽ മെസ്സേജിന്റെ ഒരു കാര്യം, നിങ്ങൾക്കൊരു ഗൈഡൻസിന്റെ ആവശ്യം ഇല്ല. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി ഗൈഡഡ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ആ ഒരു പ്രസൻസ് എപ്പോഴും നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ട്. ഓൾറൈറ്റ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽ ഗാർഡിയൻ ഇങ്ങനത്തെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നതെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങൾക്കത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈവൻ ലൈക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യത്തിലൊന്നും അത്ര വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ എത്ര ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്കല്ല ഒരു പാത്തിൽ ഉണ്ടാവുന്നത്. ഈവൻ അത് ടൈം എടുക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും ക്ഷമ വേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിലും നിങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് അവിടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ട്. നിങ്ങളുടെ കൂടെ ഈക്വലി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അവിടെ നിങ്ങൾക്ക് ആ ഒരു ഹെൽപ്പ് ഉള്ളത് കൊണ്ടാണ് ഒരു ഇൻവിസിബിൾ മേ ബി ലൈക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം. ഓക്കെ. ഏഞ്ചൽ ഇസ് വിത്ത് യു. ഓക്കെ. സോ നിങ്ങൾ എന്താണോ കുറച്ച് ഡിലേ ആക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ പേടിക്കുന്നത്, എസ്പെഷ്യലി ലൈക്ക് ഓക്കെ നിങ്ങൾ സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ്. പക്ഷെ ചില ആളുകൾ നിങ്ങൾ അത്ര വലിയൊരു സന്തോഷത്തോട് കൂടിയിട്ടായിരിക്കണം എന്നില്ല നിങ്ങളുടെ ഒരു സോളിറ്റ്യൂഡ് മോഡിൽ പോകുന്നുണ്ടായിരിക്കും. ഓക്കെ. ലൈഫ് ഓക്കെ ലൈക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാന്നുള്ള ഒരു രീതിയിലായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിന് പ്രിപ്പയർഡ് അല്ല. ഓൾറൈറ്റ്. മേ ബി ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് ഈ ഒരു സക്സസ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാലും ചില ആളുകൾക്ക് അത് വേണ്ട. കാരണം നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലോകമായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ഏറ്റവും വലിയ ഡിസയർ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കണം. സോ അതിന് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് പല പല സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ. സോ ഒന്ന് നിങ്ങൾ ശരിക്കും ആലോചിച്ചു നോക്കുക, നിങ്ങൾ എന്താണോ ഈ ഒരു സമയത്ത് വലിയ ആഗ്രഹമായിട്ട് നിങ്ങൾക്ക് അതന്നെ മതിയെന്ന് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ശരിക്കും സന്തോഷം തരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അൺഹെൽത്തി ബോണ്ടിങ് ആണോ ആ ഒരു കാര്യമായിട്ടുള്ളത് നിങ്ങൾ നോക്കാം. ഓൾറൈറ്റ്. ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇത്ര കാലമായിട്ട് വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ. ഓക്കെ. വളരെ സാധാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു ജോബോ അല്ലെങ്കിൽ ആളുടെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ജോബിലേക്കോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് അത്ര ഒരു അറിയപ്പെടുന്ന ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഞാൻ പറയുന്ന സമയത്ത്, അതുപോലത്തെ ഒരു ജീവിത സിറ്റുവേഷനിൽ വളർന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന സക്സസ് അവരുടെ ലൈഫിൽ സംഭവിക്കില്ല എന്നുള്ളത് അവർക്ക് ഉറച്ച വിശ്വാസമുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. സോ അവർക്ക് ഇതുപോലത്തെ ഒരു സക്സസ് ഞാൻ വരുമെന്ന് പറയുന്ന സമയത്ത് അത് പെട്ടെന്ന് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓൾറൈറ്റ്. ഒരു എക്സാമ്പിൾ കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് ഞാൻ പറയുന്ന സമയത്ത് മേ ബി ഇപ്പൊ നിങ്ങൾ ഓൾറെഡി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില പ്ലേസസ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്ക് ഒട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത പ്ലേസ് ആയിരിക്കാം, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതായിരിക്കാം, ഓർ നിങ്ങൾ കുറെ കാലമായിട്ട് സെയിം സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് ടോക്സിക് ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അതന്നെ മതി. അതിന്ന് ഡിറ്റാച്ച്ഡ് ആവാനുള്ള ബുദ്ധിമുട്ട് കാരണം നിങ്ങൾക്ക് ഈ ഒരു സക്സസും നിങ്ങൾ അത്ര ഒരു വാല്യൂ ആയിട്ട് കാണുന്നില്ല. സോ നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്കുള്ള ഒരു ഏഞ്ചൽ വാർണിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. കാരണം നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ചേഞ്ചിലേക്ക്, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷന് ചില ആളുകൾ, ഐഡന്റിറ്റി ഷിഫ്റ്റിന് നിങ്ങളൊരു പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് വരാൻ ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, പ്രിപ്പയർഡ് ആവുന്നില്ല. പ്രിപ്പയർ ഫോർ ദാറ്റ്. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ഒരു ടൈമിൽ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കാം. ഇമോഷണൽ ലോസ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ അതുപോലത്തെ സിറ്റുവേഷനിൽ കൂടെ ഈ ഒരു സമയത്ത് പോവുകയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ചില കാര്യങ്ങൾ വിട്ടാലേ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നുള്ളത് നിങ്ങൾ കുറെ കാലമായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യമായിരിക്കാം. സോ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇമോഷണലി ഈ ഒരു ടൈമിൽ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇഫ് യു തിങ്ക് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ഫോർ യു, അത് നിങ്ങൾ
ലെറ്റ് ഗോ ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അത് ലൈക്ക് നിങ്ങൾക്ക് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ളതാണ്. ഒരു കാര്യം വിട്ടാലേ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് എവിടെയാണോ അൺഹാപ്പി ആയിട്ട് നിങ്ങൾ നിൽക്കുന്നത്, അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്, എസ്പെഷ്യലി റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്തായിരിക്കാം. അത് ചില ആളുകൾക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം. നിങ്ങളെ ഈ ഒരു പ്ലേസിൽ കാണാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾക്കത് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ സാധിക്കുമോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. മെറ്റീരിയൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെ ഒട്ടും ഏൺ ചെയ്യാത്ത ഒരാളുടെ അടുത്ത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷനോ ഒന്നും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ഞാൻ ഇതുപോലെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു സമ്പന്നനായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞാല് ഇത് വെറുതെ പറയാൻ, ഞാൻ മോട്ടിവേറ്റ് ചെയ്യാൻ പറയാണെന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജ് ആണ്. ചില ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീപ്ലേസ്ഡ് ആവുന്നുണ്ട്. അത് ആളുകളായിരിക്കാം, നിങ്ങളുടെ ഒരു ജോബ് സിറ്റുവേഷൻ ആയിരിക്കാം. ഇതിലും നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓർ റീപ്ലേസ്ഡ് ആവുന്നത് ചില ആളുകൾക്ക് നിങ്ങളുടെ പഴയ വണ്ടി മാറ്റി പുതിയ വണ്ടി എടുക്കുന്നതായിരിക്കാം, പഴയ വീട് മാറ്റി പുതിയ വീട്ടിലേക്ക് വരുന്നതായിരിക്കാം, നിങ്ങളുടെ പഴയ തോട്ട്സ്, ഐഡിയാസ് നിങ്ങൾ മാറ്റി നിങ്ങളുടെ ഒരു പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക്, പുതിയൊരു തോട്ട്സിലേക്കും പുതിയൊരു വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം. സോ ഒരു എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് ഇതുപോലത്തെ. ഓൾറൈറ്റ്, എസ്പെഷ്യലി മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ഓക്കെ, സോ നിങ്ങൾക്ക് എപ്പോഴും ലൈക്ക് ഏഞ്ചൽ മെസ്സേജ് നോക്കുന്ന സമയത്ത് എപ്പോഴും കിട്ടുന്ന ഒരു കാർഡാണിത്. ഓക്കെ, സോ ചില ആളുകള് ഇതിലേക്ക് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊരു വിക്ടറി, നിങ്ങളൊരു മേജർ സക്സസ്, പൊസിഷൻ. ഓക്കെ, സോ അഗെയിൻ ലൈക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉന്നതമായിട്ടുള്ള പ്ലേസിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ട് നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി, ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ. ഓക്കെ, സോ ഇങ്ങനെ മാറ്റം കൊണ്ടുവരുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഒരു മാറ്റം വരുത്തുന്ന ചില ആളുകൾ. സോ ചില ആളുകൾ നമ്മുടെ ലൈഫിൽ വരുന്ന സമയത്ത് നമ്മൾ സാധാരണമായിട്ട് പോയിട്ടുള്ള ഒരു ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവരാന്ന് പറയുമല്ലോ, അതുപോലത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇതുപോലത്തെ ചില ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉയർത്തി കൊണ്ടുവരാൻ ആരുടെങ്കിലും ഒരു സഹായം ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൽ അതുപോലത്തെ ഒരു പാർട്ട്ണർ വരുന്നതായിരിക്കാം. ഓക്കെ, ഓർ അതുപോലത്തെ ആരെങ്കിലും നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, സോ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ പ്രിപ്പയർഡ് ആവേണ്ടതായിട്ടുണ്ട്. കം ഓൺ ഗൈസ്, ഇറ്റ്സ് എ കൺഫർമേഷൻ, ഇറ്റ്സ് എ മേജർ കൺഫർമേഷൻ ദാറ്റ് ട്രാൻസ്ഫർമേഷൻ. നിങ്ങൾക്ക് ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ഒരു മാസ്ക് എടുത്ത് മാറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷെല്ല് പൊളിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പുറത്തു വരികയാണ്, കിളിയുടെ മുട്ടയൊക്കെ പൊളിഞ്ഞ് അത് ഉണ്ടായി വരുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഷെല്ലിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഓക്കെ, സോ അതുപോലത്തെ ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് അപ്ലിഫ്റ്റ് ആവുന്ന ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ചില ആളുകൾക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, ചില ആളുകൾക്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ, എസ്പെഷ്യലി ലൈക്ക് നിങ്ങൾ മാരേജ് ഒക്കെ നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് മേ ബി ലൈക്ക് നിങ്ങൾ പ്ലാൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, സോ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അതുപോലെ എൻ്റർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അഗൈൻ ഞാൻ കണക്ട് ചെയ്യുന്നത് മേ ബി ലൈക്ക് നിങ്ങൾ ഒരുപാട് ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കണം. ദ വേ യു ലുക്ക് ലൈക്ക്, നിങ്ങൾ എങ്ങനെയാണോ കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ, നിങ്ങളുടെ മേലെ കോൺഫിഡൻസ് ഇല്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ അത് നിങ്ങൾ ഒരുപാട് പിറകോട്ട് വലിക്കുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, ഓർ എന്റെ ഫാമിലി ഇങ്ങനെയാണ്, എന്റെ പാരന്റ്സ് ഇങ്ങനെയാണ്, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മേലെ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ഈ ഒരു മാറ്റാണ് നിങ്ങൾ ആക്ച്വലി കണക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കാം. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ മേലുള്ള ഒരു സൗന്ദര്യം നിങ്ങൾ കാണാൻ തുടങ്ങുന്ന സമയത്താണ് അത് പുറമേലേക്കും റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്. ഒരാൾ നിങ്ങളുടെ ഒരു കൂടെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളെ ഈക്വലി
കണക്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരേ രീതിയിൽ ഒരേ ലെവലിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ആൻഡ് എല്ലാവർക്കും, ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇൻവിസിബിൾ സപ്പോർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ഒറ്റയ്ക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ അങ്ങനത്തെ ഒരു പവർ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ ഞാൻ ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല ചില ആളുകൾക്ക്, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾ ഇങ്ങനെ സേഫ് ആയിട്ടാണ് ലാൻഡ് ആവുക. ഓക്കെ, 4 കാലിൽ വീഴുന്നത് പോലെ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. എന്തൊക്കെ സ്ട്രഗിൾ കൂടെ നിങ്ങൾ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നിങ്ങൾ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യും. ഓൾറൈറ്റ്, സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുക, ക്ലെയിം ഇറ്റ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.